1937 നെപ്പോളിയൻ ഹില്ല് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ഏറ്റവും വളരെ പ്രസിദ്ധമായ പുസ്തകം എഴുതുന്നത്. ഈ പുസ്തകത്തിൽ 13 സീക്രട്സ് ഉണ്ട്. 13 സീക്രട്സും ഓപ്പൺ സീക്രട്ടാണ്. പക്ഷേ അതിനെല്ലാം എംപവർ ചെയ്യുന്ന ഒരു പ്രത്യേക സീക്രട്ട് ഉണ്ട്. അതിനെ ആ പുസ്തകത്തിൽ ഉടനീളം നിഗൂഢമായി വെച്ചേക്കുന്നു എന്നാണ് ആ റൈറ്ററിൻ്റെ വാദം. അത് സത്യമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, നിഗൂഢത അങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 13 പ്രിൻസിപ്പിളിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യത്തേത് ഡിസയറാണ്, ബേണിംഗ് ഡിസയർ. അപ്പോൾ ഇന്ന് പലരും ആ പുസ്തകം വായിച്ചിട്ട് എനിക്ക് കാര്യമായിട്ടൊരു എഫക്റ്റും അതിൽ നിന്ന് തോന്നുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതവരുടെ അറിവില്ലായ്മയാണ്. അപ്പോൾ നമുക്കെന്താണ് ഈ ബേണിംഗ് ഡിസയർ എന്ന് നോക്കാം. സത്യത്തിൽ ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഒരു ഡിസയർ അല്ല, ഇറ്റ്സ് ബേണിംഗ്. അതായത് ഈ പുസ്തകം എഴുതുന്നത് 1937 ഓർക്കണം. അന്നത്തെ ആ റൈറ്ററിൻ്റെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ടിട്ടാണ്, ഇമാജിനേഷൻസ് ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് ഈ പുസ്തകം എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് കാലത്ത് ഈ ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞാൽ ഏതുമായിട്ട് തുലനം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അന്നത്തെ കാലത്ത് ഈ നമ്മൾ ഇന്ന് കാണുന്ന, അതിന്ന് ഇവിടെ കാണാൻ കഴിയുന്നില്ല, ഈ ആല, അതായത് ഈ കൊല്ലന്മാർ ഇരുമ്പ് പഴുപ്പിക്കുന്ന ആല, നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയുമായിരിക്കാം. അപ്പോൾ ഈ ആലയിൽ ഇരുമ്പ് പഴുപ്പിക്കുമ്പോൾ ഇരുമ്പിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഇരുമ്പ് ഒരു റെഡ്, ഹോട്ട് ആൻഡ് വൈറ്റ്, ദെൻ ബ്ലൂയിഷ്, അത് കഴിഞ്ഞിട്ട് ഈ വൈറ്റ്, യെല്ലോ എല്ലാം കൂടെ ചേർന്ന ഒരു പ്രത്യേകതര ഒരു സൂര്യനെ പോലെയുള്ള ഒരു ഗ്ലോ അതിന് കാണാൻ കഴിയും. അതാണ് ബേണിംഗ് എന്ന് പറയുന്നത്, ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സ് മാറ്റപ്പെടേണ്ടതുണ്ട്. അതായത് എനിക്ക് ആ ഗോള് വേണം, ആ ഗോള് വേണമെങ്കിൽ എൻ്റെ മനസ്സ് ഇത്തരത്തിൽ ചൂടാവേണ്ടതുണ്ട്. ആ ഗോളിനെ പറ്റി ആഗ്രഹിക്കുമ്പോൾ, ആ ഗോളിനെ പറ്റി ചിന്തിക്കുമ്പോൾ, എയിമിനെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടാവേണ്ട ആ ഗോളിനെ പറ്റിയുള്ള ബോധം, ആ ഗോളിനെ പറ്റിയുള്ള ചിന്തകൾ ഇങ്ങനെ ഈ തരത്തിലുള്ളതായിരിക്കണം. അതായത് റെഡ്, ഹോട്ട്, ആ രൂപത്തിലുള്ളതായിരിക്കണം. നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. യൂട്യൂബിലൊക്കെ നമുക്ക് അധികം കാണാൻ പറ്റും. ഒരു ഇരുമ്പിനെ നമ്മൾ മാക്സിമം പഴുപ്പിക്കുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആവും, ഒരു ഭയങ്കരമായിട്ട് ലാവ പോലെ ഇരിക്കും. അപ്പോൾ അതിനെയാണ് ഇവിടെ ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത്. അതുപോലെ ആയി മാറണം. ഓക്കെ, അതാണ് ഫസ്റ്റ് സീക്രട്ട് ഓഫ് സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിസയർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ വിൻ ദ ഗെയിം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു ഇരുമ്പിനെ മെഴുകുതിരിയുടെ വെളിച്ചം കൊണ്ട് ഹീറ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു തടിക്കഷ്ണം കൊണ്ട് കൂട്ടിയിട്ട് കത്തിക്കാൻ പറ്റില്ല. യു നീഡ് എ പ്രോപ്പർ ഹീറ്റിംഗ് മെത്തേഡ്. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. യു ഹാവ് എ ബേണിംഗ് ഡിസയർ. നിങ്ങളുടെ ആഗ്രഹം അതീവ തീവ്രമാവണം. അതിന് ഏറ്റവും വലിയൊരു ഫിലോസഫർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾക്ക് പ്രാണവായു കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലാണോ തോന്നുന്നത്, അതേ ഫീല് നിങ്ങൾക്ക് ആ ഗോളിനോട് ഉണ്ടായിരിക്കണം. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് ശ്വാസം കിട്ടാത്തതുപോലെയാണ് എന്ന ചിന്ത നിങ്ങളെ ഭരിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് ഫസ്റ്റ് ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞ് നെപ്പോളിയൻ ഹില്ല് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ളതാണോ നിങ്ങളുടെ ചിന്ത എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇത്തരത്തിലുള്ളതല്ല, ഒരു ഹീറ്റും ഇല്ല, മൈന്യൂട്ടായിട്ട് കിടക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യില്ല. അപ്പം നിങ്ങളുടെ ഗോളിന് അത് ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് കഷ്ണം പോലെ തിളയ്ക്കുന്നതും പ്രകാശിക്കുന്നതുമായിരിക്കണം. അങ്ങനെയാണോ നിങ്ങളുടെ ഗോളും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ മൈൻഡും?
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റും. നമ്മൾ ഇനി വരുന്ന കാലങ്ങളിൽ നമ്മൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൻ്റെ പല ഡയമെൻഷൻസ്, നമ്മളെ ഇന്നർ മീനിങ്സ് നമ്മൾ ചിന്തിക്കും. താങ്ക് യു. സബ്സ്ക്രൈബ്.